ന്യൂസിലേക്ക് സ്വാഗതം. ബെൻസി പ്രൊഡക്ഷൻസിന്റെ പുതിയ ചിത്രം പാതിരാത്രി അണിയറയിൽ പുരോഗമിക്കുന്നു. ബെൻസി പ്രൊഡക്ഷൻസ് ബാനറിൽ KV അബ്ദുൾ നാസർ നിർമ്മിക്കുന്ന 15ാമത്തെ ചിത്രമായ പാതിരാത്രിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പുരോഗമിക്കുന്നു. കഴിഞ്ഞയാഴ്ച എറണാകുളത്ത് ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം എത്രയും വേഗം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളിലാണ് ചിത്രത്തിന്റെ പിന്നണി സംഘം. മമ്മൂട്ടി ചിത്രം പുഴുവിന് ശേഷം രതീന PT സംവിധാനം ചെയ്യുന്ന പാതിരാത്രിയിൽ സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഷാജി മാറാട് രചന നിർവഹിച്ച ചിത്രം 2 പോലീസുകാരുടെ ജീവിതത്തിന്റെ ചേതോഹരമായ ചലച്ചിത്രാവിഷ്കാരമാണ്. ദൃശ്യഭംഗി കൊണ്ടുകൂടി ശ്രദ്ധിക്കപ്പെട്ട മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കളർഫുൾ ആക്കിയ ഷഹനാദ് ജലാലാണ് പാതിരാത്രിയുടെ ക്യാമറാമാൻ. ആൻ അഗസ്റ്റിൻ, ആത്മീയ, സണ്ണി വെയിൻ, ശബരീഷ് വർമ്മ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, സോഹൻ സീനുലാൽ എന്നിവർക്കൊപ്പം പ്രമുഖ കന്നഡ നടൻ അച്യുത് കുമാറും പാതിരാത്രിയിൽ വേഷമിടുന്നുണ്ട്. അച്യുത് കുമാറിന്റെ മലയാളത്തിലെ അരങ്ങേറ്റം കൂടിയാണ് ചിത്രം. പ്രധാന പിന്നണി പ്രവർത്തകർ എഡിറ്റർ ശ്രീജിത്ത് സാരംഗ്, മ്യൂസിക് ജേക്സ് ബിജോയ്, ആർട്ട് ഡയറക്ടർ ദിലീപ് നാഥ്, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായൺ, മേക്കപ്പ് ഷാജി പുൽപ്പള്ളി, കോസ്റ്റ്യൂം ലിജി പ്രേമൻ, സ്റ്റിൽസ് നവീൻ മുരളി, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അജിത് വേലായുധൻ. Akbar Travels, your reliable travel partner. അക്ബർ ട്രാവൽസ് പൊന്നാനിയിൽ ഉംറ ക്ലാസ് സംഘടിപ്പിച്ചു. തീർത്ഥാടക ഹൃദയം ഭക്തിസാന്ദ്രമായി. വിശുദ്ധ ഉംറ തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് വേണ്ടി അക്ബർ ട്രാവൽസ് ഉംറ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ആത്മീയ അനുഭൂതി സമ്മാനിച്ച് 2.5 മണിക്കൂറിലേറെ ദീർഘിച്ച ക്ലാസ് വിശുദ്ധ തീർത്ഥാടനത്തിന്റെ നേർചിത്രം സദസ്സിന് പകർന്നു നൽകി. മതപണ്ഡിതനും അക്ബർ ഗ്രൂപ്പ് അമീർമാരിൽ ഒരാളുമായ ഉസ്താദ് ഇർഷാദ് മൗലവി പാങ് ക്ലാസ് കൈകാര്യം ചെയ്തു. പുണ്യനാടുകളായ മക്കയുടെയും മദീനയുടെയും മഹത്വങ്ങൾ, ഉംറയിലും സിയാറത്തിലും നിർവഹിക്കാനുള്ള കർമ്മങ്ങൾ, സന്ദർശന പ്രധാനമായ കേന്ദ്രങ്ങൾ ഇവ വിശദമായി ചർച്ച ചെയ്തു. അക്ബർ ട്രാവൽസ് ഉംറ ഗ്രൂപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ പഠന ക്ലാസ്സിൽ മറ്റ് ഗ്രൂപ്പുകളിലൂടെ തീർത്ഥാടനത്തിന് പോകുന്നവർക്കും പങ്കെടുക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ചന്തപ്പടിയിലെ അക്ബർ അക്കാദമി ഹാളിൽ വെച്ചായിരുന്നു ക്ലാസ്. പ്രാർത്ഥനയോടെ ആരംഭിച്ച ക്ലാസ്സിൽ സംശയ നിവാരണത്തിനുള്ള അവസരവും ഉണ്ടായി. തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് ആവശ്യമായ സൗദി റിയാൽ മാറ്റിയെടുക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തി. ഹജ്ജ് ഉംറ സേവനങ്ങളിൽ 4 പതിറ്റാണ്ടിൽ ഏറെ കാലത്തെ പരിചയം കൈമുതലാക്കി സംതൃപ്തികരമായ തീർത്ഥാടനം അക്ബർ ട്രാവൽസ് ഉറപ്പുതരുന്നതായും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും തൊട്ടടുത്തുള്ള ബ്രാഞ്ചിനെ സമീപിക്കണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സൗദി എയർലൈൻസ് കരിപ്പൂർ സർവീസ് അടുത്ത വർഷം ആദ്യവാരം പുനരാരംഭിക്കുമെന്ന് സൂചന. വർഷങ്ങൾക്ക് മുൻപ് നിലച്ചുപോയ സൗദി അറേബ്യൻ എയർലൈൻസ് കരിപ്പൂർ സർവീസുകൾക്ക് പുനർജനി. ചെറിയ വിമാനങ്ങൾ ഉപയോഗിച്ച് റിയാദിൽ നിന്നാണ് കരിപ്പൂരിലേക്ക് വീണ്ടും സൗദി എത്തുന്നത്. ഇപ്പോഴത്തെ വിവരങ്ങൾ പ്രകാരം പുതുവർഷത്തിലെ ആദ്യ വാരത്തിൽ തന്നെ സൗദിയുടെ കരിപ്പൂർ ഓപ്പറേഷൻ യാഥാർത്ഥ്യമാകുമെന്ന് ഈ ആവശ്യം ഉന്നയിച്ച് 2.5 വർഷക്കാലം രംഗത്തുള്ള മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ വിവരിച്ചു. ചെറിയ തരം 321 പുത്തൻ എഞ്ചിൻ വിമാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുക. അതേസമയം വിമാനങ്ങളുടെ ലാൻഡിംഗ്, ടേക്ക് ഓഫ് സന്ദർഭങ്ങളിൽ റൺവേയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലങ്ങൾ പരിമിതപ്പെടുത്തുന്ന റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയകൾ പൂർത്തിയാകുന്നതോടെ മാത്രമേ സൗദിയുടെ കരിപ്പൂർ ജിദ്ദ സർവീസ് ഉണ്ടാകൂ. റസ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വലിയ വിമാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സർവീസ് ആരംഭിക്കുമെന്ന് സൗദി എയർലൈൻസ് ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ റീജിയണൽ ഓപ്പറേഷൻസ് മാനേജർ ആദിൽ മാജിദ് അൽ ഇനാദ് ഒക്ടോബറിൽ കരിപ്പൂരിൽ വെച്ച് പറഞ്ഞിരുന്നു. പ്രവാസികൾക്കെന്ന പോലെ ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കും വലിയ അനുഗ്രഹമായിരിക്കും കരിപ്പൂരിൽ നിന്നുള്ള സൗദിയ വിമാനങ്ങളുടെ സർവീസുകൾ. ബെൻകോ ഫുഡ് ആൻഡ് ബീവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം.
Vaco Coconut Oil. ബെൻസി പോളിക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ. Bensi Polyclinic. We care for your health. ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.